ഹായ് ഗൈസ്, കാറ്റത്തെ കിളിക്കൂട് പ്രമോ റിവ്യൂവിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സുനന്ദയ്ക്ക് സുഭാഷിനെ കാണാതെ പറ്റാതെയാവുന്നു. അവൾ രാത്രി പതിവ് പോലെ അടുക്കള വഴി വന്ന് സുഭാഷിനെ കാണുമ്പോൾ സുഭാഷും നല്ല താല്പര്യമില്ലാത്ത മട്ടിൽ പെരുമാറുകയും അവിടെ നിന്നും ഇറങ്ങിപ്പോകാൻ പറയുകയും ചെയ്യുന്നു. മുൻവാതിലിലൂടെ ഭാസ്കരൻ സൈക്കിളിൽ വരുന്നുണ്ട്. നേരെ അടുക്കളയിലേക്ക് വന്ന ഭാസ്കരൻ സുനന്ദയെ കാണുന്നു. എന്ത് ധൈര്യത്തിലാടി നീ ഇങ്ങോട്ട് കയറി വന്നത്? ആദ്യമൊക്കെ നിന്നെ കാണുമ്പോൾ എനിക്ക് പാവമാണെന്ന് തോന്നിയിരുന്നു. ഇപ്പോൾ എനിക്ക് സംശയമുണ്ട്, നിന്നെ വെച്ച് ആ ശകുടാസുരനും പൂതനയും കൂടി എൻ്റെ കുടുംബത്തെ നശിപ്പിക്കാൻ നോക്കുകയാണോ എന്ന്. ഇനിയൊരു തവണ കൂടി ദേ നീ ഇങ്ങനെ വന്നാലുണ്ടല്ലോ, നിന്റെ അച്ഛനും അമ്മാവനും ഒക്കെ എന്നെപ്പറ്റി പറഞ്ഞു നടക്കുന്ന ചില സ്ഥിരം പല്ലവിയുണ്ടല്ലോ, അത് നീ നേരിട്ട് കാണും എന്ന് ഭീഷണിപ്പെടുത്തുന്നു. പിന്നീട് സുധീഷും നിധിയും കൂടി സംസാരിക്കുന്നു. നമുക്ക് സുനന്ദയുടെയും സുഭാഷേട്ടൻ്റെയും കല്യാണം നടത്തിയാലോ? ഞാൻ എങ്ങനെയെങ്കിലും സുനന്ദയെ അമ്പലത്തിൽ എത്തിച്ചോളാം. നമുക്ക് അവിടെ വെച്ച് കല്യാണം നടത്താം എന്ന് നിധി പറയുമ്പോൾ സുധീഷ് ആകെ ഞെട്ടിപ്പോയി. ഇത് കൊള്ളാമല്ലോ എന്ന് മനസ്സിൽ ആലോചിക്കുന്നു. പിന്നീട് പിറ്റേന്ന് നിധി അമ്പലത്തിൽ തൊഴുതിട്ട് സുനന്ദയെ കാത്തിരിക്കുന്നു. സുനന്ദയെ കണ്ടപ്പോൾ നിധി കാര്യങ്ങൾ ചോദിക്കാൻ എന്ന മട്ടിൽ സുനന്ദയെ അടുത്തേക്ക് വിളിച്ചു. അന്നേരം സുനന്ദ പറയുന്നത്, സുഭാഷേട്ടൻ എന്നോട് ഇറങ്ങിപ്പോകാൻ പറഞ്ഞപ്പോൾ ഞാൻ ആകെ തളർന്നുപോയി നിധി. അതിന് നിധി പറയുന്നത്, നിന്റെ ജീവിതത്തിന് എന്താണ് ശരിയെന്ന് നിശ്ചയിച്ച് നീ തന്നെ ഒരു തീരുമാനം എടുക്കണം സുനന്ദേ എന്ന് പറയുമ്പോൾ സുനന്ദ നല്ല ധൈര്യത്തോടെ ഉറച്ച തീരുമാനത്തിൽ പറയുന്നു, എനിക്ക് സുഭാഷേട്ടൻ്റെ കൂടെ തന്നെ ജീവിക്കണം എന്ന്. അത് കേൾക്കുമ്പോൾ നിധിക്ക് ഒരു ആശ്വാസമാകുന്നുണ്ട്. ഇതൊക്കെയാണ് പ്രമോ വിശേഷങ്ങളായി കാണിച്ചത്. പ്രമോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. അടുത്തൊരു എപ്പിസോഡിൻ്റെ പ്രമോവുമായി വരുന്നതുവരെ കാത്തിരിക്കുക.